കോഴിക്കോട്ടെ ICU പീഡന കേസ് പുറം ലോകം അറിഞ്ഞതിന് പിന്നാലെയാണ് PB അനിത എന്ന സീനിയർ നഴ്സിംഗ് ഓഫീസറും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അതിജീവിതയ്ക്കൊപ്പം നിന്ന ആരോഗ്യ പ്രവർത്തക തൊഴിൽ നിലനിർത്താൻ നടത്തിയ പോരാട്ടവും വളരെ വലുതാണ്. ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കോടതിയിൽ തെളിയിക്കട്ടെ. എൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ടോ കോടതിയിൽ തീരുമാനിക്കട്ടെ. ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ, ഇനി ഒരു 6 വർഷം സർവീസ് ഉണ്ട്. അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിജീവനത്തിനായി അനിത പോരാട്ടത്തിനിറങ്ങേണ്ടി വന്ന കഥ ഇങ്ങനെ. 2023 മാർച്ച് 18 തൈറോയ്ഡ് ശസ്ത്രക്രിയയെ തുടർന്ന് സ്ത്രീകളുടെ ICUവിൽ പ്രവേശിപ്പിച്ച യുവതിയെ ആശുപത്രിയിലെ ജീവനക്കാരൻ AM ശശീന്ദ്രൻ പീഡിപ്പിച്ചതായി പരാതി. മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത ശശീന്ദ്രനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. മാർച്ച് 21 ശശീന്ദ്രനെതിരെയുള്ള പരാതി പിൻവലിക്കാൻ ആശുപത്രിയിലെ ചില ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായി അതിജീവിത സൂപ്രണ്ടിനും ഡോക്ടർമാർക്കും പരാതി നൽകി. പിന്നാലെ മാർച്ച് 23 ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ പ്രതിഷേധം. പിന്നാലെ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ആരോഗ്യവകുപ്പ്. അന്നത്തെ മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന K സുദർശന്റെ സാന്നിധ്യത്തിൽ കമ്മീഷൻ 20ാം വാർഡിലെത്തി അതിജീവിതയോട് സംസാരിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട 6 പേരെ തിരിച്ചറിഞ്ഞു. അതിൽ 5 പേരുകൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത എഴുതി നൽകി. തുടർന്ന് 5 പേരെയും സസ്പെൻഡ് ചെയ്തു. താൽക്കാലിക ജീവനക്കാരിയെ പിരിച്ചുവിട്ടു. നവംബർ 15 അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയെ തുടർന്ന് ആശുപത്രി ജീവനക്കാരായ ഷൈമ, ഷൈനി ജോസ്, ഷലുജ, ആസിയ, പ്രസീത മനോളി എന്നിവരെ സ്ഥലം മാറ്റി ഉത്തരവ് വന്നു. നവംബർ 28 ആയപ്പോഴേക്കും DME തല അന്വേഷണത്തെ തുടർന്ന് PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. നവംബർ 30 തന്നെ ഉത്തരവിനെതിരെ അനിത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങി. ഡിസംബർ 1 ആയപ്പോഴേക്കും സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. 2024 ജനുവരി 16 അനിതയെ വീണ്ടും ഇടുക്കിയിലേക്ക് മാറ്റി. 2024 മാർച്ച് 1 അനിതയെ കുറ്റവിമുക്തയാക്കി ഹൈക്കോടതി ഉത്തരവിട്ടു. മാർച്ച് 31 വരുന്ന ഒഴിവ് പ്രകാരം കോഴിക്കോട്ട് നിയമിക്കാൻ നിർദ്ദേശം നൽകി. എന്നാൽ DME നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല. 6 ദിവസങ്ങൾ അതിജീവിതയ്ക്കൊപ്പം അനിത തെരുവിൽ പോരാടി. വിഷയം രാഷ്ട്രീയമായി കൂടി ചർച്ചയായതോടെ ഇന്നലെ വൈകിട്ട് നിയമന ഉത്തരവിടാൻ സർക്കാർ തയ്യാറായി. നാളെ അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയും സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് തിരക്കിട്ട നീക്കം. ഞായറാഴ്ച ആയിട്ടും ഇന്ന് രാവിലെ 10:30 അനിതയുടെ പോരാട്ടം വിജയം കണ്ടു. അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു.